ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ ആ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കറിയില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ മഴക്കാലം എല്ലാം അങ്ങ് മാറി, ഇനിയിപ്പോൾ സീസൺ ടൈമാണ്. ഇനിയിപ്പോൾ എല്ലാവരും വീട് പണിയുടെ തിരക്കിലും എല്ലാമായിട്ട് അങ്ങ് പോകും. പക്ഷേ ഇപ്പോൾ എല്ലാവരും കുറഞ്ഞ സ്ഥലത്താണ് എല്ലാവരും വീട് വയ്ക്കാൻ ശ്രമിക്കുന്നത്. കാരണം വലിയ സ്ഥലത്ത്, അതായത് ഒരു 1/2 ഏക്കറിലോ 20 സെൻറ്റിലോ ഒക്കെ വീട് പണിതിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് മിറ്റമടിക്കാനോ അല്ലെങ്കിൽ തൂത്ത് തുടച്ചിടാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 1.5 സെൻറ്റോ അല്ലെങ്കിൽ 2 സെൻറ്റോ അല്ലെങ്കിൽ പരമാവധി പോയ ഒരു 5 സെൻറ്റ് സ്ഥലം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആരും സ്ഥാനം ഒന്നും നോക്കാറില്ല, ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ. അപ്പം നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള രീതിക്കാണ് നമ്മളെല്ലാവരും വീട് പണിയുന്നത്. അപ്പോൾ ഈ വീട് പണിത് കയറി താമസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴോ അല്ലെ കയറി താമസത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോഴോ ഒക്കെ ആയിരിക്കും എന്തെങ്കിലും അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നെങ്കിൽ ഒരു വണ്ടി ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഇടി പിടി എന്നുള്ള ഒരു അറ്റാക്കോ അല്ല എന്തെങ്കിലും അങ്ങനെയുള്ളൊരു ദുരിതങ്ങളുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന നേരത്ത് നമുക്ക് ഇന്ന ഒരു അസുഖമാണ് എന്നറിയുന്ന ഒരു നിമിഷം നമ്മൾ തകർന്നു പോകും. പക്ഷെ അതെല്ലാം വാസ്തു നമ്മൾ നോക്കാതെ വീട് എവിടെ ആര് പണിതെന്ന് പറഞ്ഞാൽ അതിനൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാകും. അത് നമ്മൾ വെറുതെ പറയുന്നതല്ല, പണ്ട് തൊട്ടേ നമ്മൾ ചെയ്തു പോരുന്നൊരു കാര്യമാണ്. ഒരു വീട് പണിതിട്ടുണ്ട്, കിണറിൻ്റെ സ്ഥാനം കാണും. ഇങ്ങേ അറ്റം ഞാൻ നിങ്ങളോട് പറയാം, ഒരു പട്ടിക്കൂട് പണിതാൽ പോലും അതിന് സ്ഥാനമുണ്ട്. അതായത് വീടിൻ്റെ കോണോട് കോൺ വരുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കന്നിമൂല സൈഡിന് കോണിൽ നമ്മൾ പട്ടിക്കൂട് വന്നിട്ടുണ്ടെങ്കിൽ വലിയ ദോഷമാണ്. അപ്പം നമ്മൾ കന്നുകാലിയെ വളർത്തുന്നവർ കാണും, അല്ലെ ആടിനെ വളർത്തുന്നവർ കാണും. ഏത് മൃഗത്തിനെ വളർത്തിയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ വീടിനോടടുത്താണെങ്കിൽ നമ്മൾ വീടിൻ്റെ ആ പോഷൻ നോക്കി നമ്മൾ ചെയ്യും. അതല്ല നമ്മൾ പുറത്താണ്, നമ്മൾ വീടിനോട് വിട്ടാണ് നമ്മൾ തൊഴുത്തൊക്കെ കിട്ടുന്നെങ്കിൽ പോലും ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിൽ എൻ്റെ അറിവിലൊക്കെ സ്ഥാനം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നിറച്ചാനയായിട്ട് നിൽക്കുന്ന പശുവൊക്കെ ഉരുണ്ട് വീണ് മരിച്ചതായിട്ടൊക്കെ എനിക്കറിയാം. അതുപോലെ തന്നെ ചിലപ്പം കന്നിക്കറവയായിരിക്കും വന്നേ പശു ചത്തുവും അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാവ് ചത്തുവും. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ അറിയാമായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ എല്ലാവരും ഫാം ഒക്കെ ആയിട്ടാണ് എല്ലാവരും വളർത്തുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്നാണ് പാലൊക്കെ മേടിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയം അങ്ങ് പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. ഞാനത് പറഞ്ഞു വന്നത്, പണ്ട് ഒരു മൃഗത്തിനെ വളർത്തി അതിനൊരു കൂട് കെട്ടി അപ്പോൾ ഒരു സ്ഥാനം നോക്കും എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ഒരു ആശയം. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ അവരുടെ ഇഷ്ടത്തിന് വീട് വെക്കുന്നു, അവർക്ക് ഇഷ്ടം പോലെ ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും സ്ഥാനങ്ങളൊന്നും നോക്കാറില്ല. ചിലപ്പം വലിയ വലിയ അപകടമൊക്കെ വന്നു കഴിയുമ്പോൾ ആരെങ്കിലും ഈ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ കാരണവന്മാർ പറയും, ഒരു കാര്യം ചെയ്തേ, നിങ്ങൾ വീട് വെച്ചപ്പോൾ സ്ഥാനം നോക്കിയാണോ വെച്ചത്? അല്ല. അപ്പോൾ ആ സ്ഥാനത്തിനൊരു പ്രശ്നം ഉണ്ടാകും. അപ്പം നിങ്ങളൊന്ന് പോയി നോക്കുമെന്ന് പറയുകയാണെങ്കിൽ എന്തോ ഉദ്ദേശിക്കാറ്, അപ്പനോ അമ്മയോ അല്ലെങ്കിൽ മറ്റിച്ചിരി പ്രായമായവരാരെങ്കിലും മരിക്കുമെങ്കിൽ പറയും, അവർക്ക് അസുഖം മൂലമാണ് മരിച്ചത്, അതല്ലെങ്കിൽ അത്രയും ഉണ്ടായിരുന്നുള്ള ആയുസ് അതുകൊണ്ട് പോയി പറയും. പക്ഷേങ്കിൽ ഈ പറയുന്ന വ്യക്തിയുടെ മക്കൾക്കോ ആർക്കെങ്കിലുമാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നെങ്കിൽ നമ്മൾ നോക്കാൻ പറയുന്നതിന് മുമ്പ്, ഇനിയും വാസ്തു നോക്കാതെ വീട് വെച്ചത്, എന്നാൽ ഒന്ന് പോയി നോക്കിയാൽ തന്നെത്താനെ പറന്നുകൂടും ആരെയെങ്കിലും നോക്കാനുണ്ട്. അപ്പോൾ ഈ ജ്യോത്സ്യം വന്നിച്ചിട്ട് എന്ത് ചെയ്യും? അല്ല ഈ കണക്കൻ വന്നേച്ചിട്ട് ഈ വീടിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിയാൻ പറയും, ഒരു പോർഷൻ അങ്ങോട്ട് നീക്കണം, ഇങ്ങോട്ട് നീക്കണം, ഇത് സ്ഥാനത്തല്ലെന്ന് പറയുമ്പം വീണ്ടും ഏതെങ്കിലും ഒരു കോർണർ ഇടിച്ച് പൊളിച്ചിട്ട് അത് റെഡിയാക്കാനായിട്ട് പോകും നമ്മൾ. ശരിയാണോ ഞാനീ പറഞ്ഞത്? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഓർമ്മയിൽ എല്ലാം. അതായത് നിങ്ങളോട് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഈ വീട് അപ്പോൾ ഇപ്പോൾ ഞാനിരുന്ന് ഈ വീഡിയോ പിടിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം വീട്, ഈ ഹസ്ബൻഡിൻ്റെ വീടാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ്. ഇപ്പം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, ബാക്കിലും ഫ്രണ്ടിലും ഹാളുണ്ട്, കിഴക്കാണ് ദർശനത്താണ് നമ്മൾ നിലവിളക്ക് വയ്ക്കുന്നത്. പക്ഷേങ്കിൽ നമ്മൾ അങ്ങോട്ട് പടിഞ്ഞാറ് വശത്തോട്ട് കൂട്ടിയെടുത്തോട്ട് ഇപ്പോൾ പ്രധാന വാതിൽ ഇപ്പം പടിഞ്ഞാറ് വശത്തോട്ടാണ് വരുന്നത്. എങ്കിലും കിഴക്ക് വശത്താണ് നമ്മൾ ദർശനമാക്കിയിട്ട് നിലവിളക്ക് കത്തിക്കുന്നതും കാര്യങ്ങളും. അപ്പോൾ ഈ വീടിന് തന്നെ പ്രശ്നമുണ്ട്. കാരണം എൻ്റെ ഈ വീട് എൻ്റെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം അയൽവാസികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് പറയാം. നമുക്കിരുന്നുകൊണ്ട് ചുമ്മാ ഇരുന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പട്ടിക്കൂട് പോലും അത് കഴിഞ്ഞ് ഞങ്ങൾ സ്ഥാനം നോക്കിയിട്ടാണ് വെച്ചത്. അതുകൊണ്ട് ഇനിയിപ്പം വീട് പണിതവർ അല്ലെങ്കിൽ ഇങ്ങനെ അനർത്ഥമായിട്ട് നമ്മൾ വീടിട്ടെറിഞ്ഞ് മാറി താമസിക്കുന്നവർ, ആഗ്രഹിച്ച് വീട് പണിതിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തിരിക്കണം. വീട് പൊളിക്കാനോ ഒരു പോർഷൻ കൂട്ടിയെടുക്കാനോ ഒന്നും നിങ്ങൾ ചെയ്യരുത്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ ബാക്കിലായിക്കോട്ടെ ഫ്രണ്ടിലായിക്കോട്ടെ വീടിന് സ്റ്റെപ്പ് ഇടുമല്ലോ, ആ സ്റ്റെപ്പ് ഇടുമ്പം നമ്മൾ 2
സ്റ്റെപ്പ് ആക്കരുത്. എപ്പോഴും ഒറ്റ സംഖ്യ സ്റ്റെപ്പായിരിക്കണം. ഒന്നെങ്കിൽ ഇനിയിപ്പം പെരയ്ക്ക് തറയ്ക്ക് പൊക്കമില്ലാത്തവരാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, 3 സ്റ്റെപ്പ് എങ്ങനെയെങ്കിലും ഇടാനായിട്ടുള്ള സംവിധാനം ചെയ്യണം. അതായത് ആദ്യത്തെ സ്റ്റെപ്പ് ലാഭമാണ്, രണ്ടാമത്തെ സ്റ്റെപ്പ് നഷ്ടമാണ്, മൂന്നാമത്തെ സ്റ്റെപ്പും വീണ്ടും ലാഭം. ആ ലാഭത്തിലോട്ടായിരിക്കണം നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് കാലെടുത്ത് വെക്കേണ്ടത്. ഇപ്പം പറഞ്ഞ മനസ്സിലായല്ലോ, 3 സ്റ്റെപ്പ്. അപ്പം ഇപ്പം 5 ആണേലും അങ്ങനെ തന്നെ. അപ്പം ഇത് നിങ്ങൾ പ്രത്യേകിച്ചൊന്ന് നോക്കണം. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നമ്മുടെ മെയിൻ വാതിൽ ഒരിക്കലും തെക്ക് വശത്താകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം. ഇനിയിപ്പം വീട് പണിതവർ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം ഞാനീ പറഞ്ഞതുപോലെ ചെയ്യുക. ഇട്ടെറിഞ്ഞിട്ടോ ഇല്ലാത്ത കാശ് മുടക്കി വാടകയ്ക്ക് താമസിക്കാനോ ഒന്നും പോകണ്ട. സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്തോണം. നിങ്ങൾക്ക് എരിക്കറിയാമല്ലോ, എരിക്ക് പല ആയുർവേദത്തിലും മരുന്നിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എരിക്കിൻ്റെ പൂവും എരിക്കിൻ്റെ കറയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അരുമ്പാറ, പാലുണ്ണി ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ ഒരു 2-3 പ്രാവശ്യം തൊട്ട് കഴിയുമ്പോൾ അത് വേരോടെ പിഴുതു പോകുകയെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതുപോലെ എരിക്ക് നടുവിന് വേദനയ്ക്ക് നല്ലതാണ്. പിന്നെ ഈ എരിക്കും കറ വെച്ച് നമ്മൾ പല്ലുവേദന മാറാനായിട്ട് നല്ലതാണ്. ഈ എരിക്ക് വെച്ച് ഒരുപാട് മരുന്നുകളുണ്ട്. അതുപോലെ ഉപ്പൂറ്റി വേദനയ്ക്ക് എരിക്കല ഒന്ന് ചൂടാക്കിയിട്ട്, അതായത് എരിക്കല ചൂടാക്കുന്നതിന് മുമ്പ് എരിക്കലയുടെ അകത്ത് കുഴമ്പ് തേച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട്, ഗ്യാസ് അടുപ്പ് ചൂടാക്കരുത്, വിറകടുപ്പൊന്ന് കത്തിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചിരട്ടെങ്കിലും ഇട്ട് കത്തിച്ചിട്ട് ആ കനലിൻ്റെ മുകളിൽ ചൂടാക്കിയിട്ട് ആ ഉപ്പൂറ്റിയിലോട്ട് അങ്ങ് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ബലമായിട്ട് ഇങ്ങനെ ചവിട്ടി പിടിക്കണം. അപ്പം നമുക്ക് ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ ഉപ്പൂറ്റി വേദന പമ്പ കിടക്കും. അത്രയ്ക്ക് എഫക്റ്റാണ് ഈ എരിക്ക്. പിന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എരിക്ക് ഭൂരിപക്ഷവും അമ്പലത്തിനോടനുബന്ധിച്ചിട്ടുള്ള സ്ഥലത്തും എരിക്കില്ലാത്ത അമ്പലം ഞാൻ അപൂർവമായിട്ടാണ് കണ്ടിട്ടുള്ളൂ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ തൊട്ട് പോഷണെ തന്നെ കൊണ്ടുവെക്കും എന്നല്ല പറഞ്ഞ്, അമ്പലത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കോമ്പൗണ്ടിൽ എരിക്കുണ്ടാകും. ഭൂരിപക്ഷവും ശിവക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് എരിക്ക് ഇല്ലാത്ത ഒരമ്പലം ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്ത് ഭഗവതി ക്ഷേത്രത്തിലൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സാധാരണ പിന്നെ ആയുർവേദ ഹോസ്പിറ്റലിനോടൊക്കെ അനുബന്ധിച്ചൊക്കെ എരിക്ക് ഇഷ്ടംപോലെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എരിക്ക് എന്ത് ചെയ്യണം, 2 സൈസുണ്ട്. നീല കളർ പൂവുള്ള എരിക്കുമുണ്ട്, വെള്ള കളറ് പൂവുള്ള എരിക്കുമുണ്ട്. എരിക്ക് രണ്ടും ഒരു പോണക്ക് ഫലമാണ്. അതിലൊന്നുകൂടി ഒന്ന് മികച്ച് നിൽക്കുന്ന നീലപ്പൂവുള്ള എരിക്കാണ് ഏറ്റവും നല്ലത്. എന്നും പറഞ്ഞ് നീലപ്പൂ കിട്ടിയില്ല, അല്ല നീല കളറുള്ള എരിക്കില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കാൻ നിൽക്കണ്ട. വെള്ള കളറുള്ള എരിക്ക് നിങ്ങൾ എടുത്തോ, ഒരു കുഴപ്പവും ഇല്ല. നീലയുണ്ടെങ്കിൽ നീല മാത്രം എടുക്കണമെന്നൊന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ പെരവാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷവശാൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഉണ്ടേലും ഇല്ലേലും, നിങ്ങൾക്ക് ഇനിയിപ്പം ഒരു ചീത്തയുടെ ഉണ്ട്, അല്ലെ ആരുടെയും ചെയ്ത്ത് ദോഷമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയില്ല എന്തോ ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം, ഒരു വരവ് പോക്ക് പോണക്ക് ആരോ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നു, അല്ലെ ആരോ നമ്മളെ വന്ന് ഇങ്ങനെ വിളിക്കുന്നതായിട്ടൊരു തോന്നൽ, പിന്നെ അതല്ലേ ഇങ്ങനെ ഡോറയിൽ നമ്മളെ വന്ന് മുട്ടുന്നതായിട്ടൊരു ഫീലിംഗ് ഒക്കെ നമുക്ക് മനസ്സിൽ തോന്നാറുണ്ട്. അത് തോന്നലല്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു സാന്നിധ്യം ഉണ്ട്, അത് ഉറപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ വീട് പണിത് നമുക്ക് കിടക്കാൻ മേല, പല അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എവിടുന്നെങ്കിലും ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ, ഇനിയിപ്പോൾ ഒരു മൃഗത്തിനെ വളർത്തി ആ മൃഗത്തിന് അവിടെ ആ തൊഴുത്തിൽ എന്തെങ്കിലും, അല്ല എപ്പോഴും ആ മൃഗത്തിന് സുഖമില്ലാഴിക, അല്ലെങ്കിൽ നിസ്സാരമായിട്ട് ഉരുണ്ട് വീണ് ചാകുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിലും ആ തൊഴുത്തിൻ്റെ ഭാഗത്തും വയ്ക്കാൻ പറ്റും. അതും നമ്മൾ ഈ പറയുന്ന കണക്ക് നമ്മൾ കിഴക്ക് ദർശനമാക്കിയിട്ട് സൂര്യന് അഭിമുഖമായിട്ട്, എന്ന് വെച്ചാൽ സൂര്യൻ ഇങ്ങനെ കിഴക്ക് ഇങ്ങനെ ഉദിക്കുക എന്ന് വെച്ചാൽ നേരെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കണമെന്നല്ല പറയുന്നത്. കിഴക്ക് വശത്ത് നേരെ ഫ്രണ്ട് കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി ഒരു പോർഷൻ ഇട്ടിട്ട്, ഒന്നെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലൊന്നും വെക്കേണ്ട സാധനം അല്ല ഇരിക്കുക. ഇനിയിപ്പോൾ സ്ഥലമില്ലാത്ത ഒരു ചെടിച്ചട്ടിയിലാണെങ്കിലും വെച്ചോ നിങ്ങൾ. അപ്പോൾ ഒരു സ്ഥലത്തോട്ട് എന്ത് ചെയ്യണം, ഒരു എരിക്ക്, നീലപ്പൂവുള്ള എരിക്കാണ് ഏറ്റവും നല്ലത്, കൊണ്ടുപോയില്ലേ വെള്ളയുടെയെങ്കിലും ഒരു ചുവട് എരിക്ക് നിങ്ങൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് ഈ എരിക്ക് ഓരോ എതളും വരുമ്പം നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് വരും. അതുപോലെ എരിക്ക് പൂ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാമായിരുന്നോ നിങ്ങളുടെ പ്രശ്നം, അല്ല നിങ്ങളുടെ കുടുംബത്തോട് അലട്ടുന്നത് പ്രശ്നം ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ആ കുടുംബത്തിൽ നിന്ന് പോവുകയും ചെയ്യും. ഇനി നിങ്ങൾ വീട് മാറി താമസിക്കുന്നവരാണ്, എരിക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്, എരിക്ക് കൊണ്ടുവന്ന് പൂത്തതിന് ശേഷം നിങ്ങൾ താമസം തുടങ്ങിയാൽ മതി കേട്ടോ. ഈ എരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവീക
ചൈതന്യം അല്ലെ ഒരു ദൈവീകമായിട്ടുള്ള ഒരു ചെടിയെന്ന് തന്നെ നമുക്ക് പറയാം. അതിനെ ഒരു ദൈവസാന്നിധ്യം എപ്പോഴും അതിനുണ്ടാകും. പക്ഷേ ഈ എരിക്കിൻ്റെ അടുത്ത് അങ്ങനെ ചീത്ത കാര്യങ്ങളൊന്നും അടുക്കില്ല. അത് എരിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് ഇങ്ങനെ നിൽക്കും. മറ്റുള്ള ദുർനിമിത്തങ്ങളൊക്കെ വരുമ്പോൾ ഇതിനെ മാറ്റി വിടാനായിട്ടുള്ളൊരു കഴിവ് ഈ എരിക്കിനുണ്ട്. എരിക്ക് പൂത്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തെങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കത്തില്ല. അതാണ് നമ്മൾ പറയല്ലോ, ഭഗവാനും എന്ന് വെച്ചാൽ കർത്താവിനെ വരെ, ബൈബിളിലുണ്ട്, കർത്താവിനെ വരെ സാത്താൻ പരീക്ഷിച്ചതാ എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞ കണക്ക് തന്നെയാണ് ദേവനും ദേവിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ദുഷ്ടശക്തി പോരാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ പോരാട്ടത്തിൽ നിന്നെല്ലാം ഉണ്ടല്ലോ അവർ നേരിട്ടൊന്നും ചെയ്യാറുണ്ട. ഈ എരിക്ക് എന്ന് പറയുന്ന സാധനം വെച്ച് പിടിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിവുള്ള ആചാര്യന്മാർ പറയും, അമ്പലത്തിൻ്റെ ഇന്ന സൈഡിന് ഒരെരിക്ക് വെച്ച് പിടിപ്പിച്ചോളാൻ പറയും എന്ന് പറഞ്ഞത് പോണക്ക് തന്നെയാണ് എൻ്റെ വല്യച്ഛൻ. അത്യാവശ്യം ഇങ്ങനെ വീടിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്ന് വരുന്നു, ആൾക്കാർ വരുമ്പോഴത്തേനും പറയും ഒരു കാര്യം ചെയ്തേ, ഇത് അച്ഛൻ ഇങ്ങനെ എടുത്തൊന്നും കൊടുക്കില്ലായിരുന്നു കേട്ടോ വലിയച്ഛന. എൻ്റെ വീടിൻ്റെ കിഴക്ക് വശത്ത് ഇന്ന സാധനമുണ്ട്, ഒരിരിക്കുണ്ട്, അതിൻ്റെ ഇന്ന സൈഡിൽ നിൽക്കുന്ന ഒരു വേരോട് കൂടി ഒരു തണ്ട് നിങ്ങൾ എടുത്തുകൊണ്ട് വയ്ക്കൂ, പോയി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചോളാം. അച്ഛൻ ഇത് ഓടിച്ചോ അല്ലെ പറിച്ചോ കൊടുക്കാറില്ലായിരുന്നു. അങ്ങനെ വന്ന് കണ്ടിട്ട് പറഞ്ഞ് എല്ലാ പ്രശ്നവും പോയി എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ഓർമ്മയിൽ, ചെറുപ്പകാലത്ത് എൻ്റെ ഓർമ്മയിൽ നിന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഉണ്ടല്ലോ, കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടല്ലോ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഒപ്പം എരിക്ക്, വെള്ളയെരിക്കായാലും നീലയെരിക്കായാലും ഒരെണ്ണം കൊണ്ടുവന്ന് വീട്ടുമുറ്റത്ത് വയ്ക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും അടുത്ത ദിവസം കാണും. അതുവരെയും ടാറ്റാ ബൈ ബൈ. ഓക്കേ.